എസ് വിനീഷിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. വയനാടിന്റെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകുന്ന ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിന് വൈകിട്ട് തുടക്കമാകും. തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. പാത വരുന്നതോടെ കേരളത്തിൽ നിന്ന് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയും സുഗമമാകും. എസ് അനീഷ് കുമാറും അപ്പോൾ TG സജിത്തുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം അനീഷിലേക്ക് പോവുകയാണ്. അനീഷ്, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാടിന്റെ യാത്രാ ദുരിതത്തിന് ഒരു ശാശ്വത പരിഹാരമാണ്. അതിനപ്പുറം കേരളത്തിന്റെ വികസന കുതിപ്പിന്റെ ഒരു നിർണായക ഘട്ടം കൂടിയാണ്. ഇന്ന് വൈകുന്നേരമാണ് ഉദ്ഘാടനം. ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ കൂടി. ആര്യ, പിന്നാക്ക ജില്ലയായ വയനാടിൻ്റെ ഒരു വികസന സ്വപ്നം പൂണിയുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ പുതിയ തുരങ്ക പാത വരുമ്പോൾ വയനാട് ജില്ല പലപ്പോഴും അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ പോലും ഈ വർഷകാലത്തടക്കമുണ്ടാവും. കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രം പലവട്ടമാണ് ചുരത്തിലൂടെയുള്ള ഗതാഗതം ബ്ലോക്കാവുകയും മണ്ണും മറ്റുമൊക്കെ വഴിയിലേക്ക് വീഴുകയും ചെയ്തു. എന്തായാലും അത്തരം പ്രതിസന്ധികളിൽ നിന്നും വയനാടിനെ രക്ഷിക്കുക എന്നൊരു കൃത്യമായ ദൗത്യമാണ് ഈ ടണലിന് നിർവഹിക്കാനുള്ളത്. 2134 കോടി രൂപ മുതൽമുടക്കുള്ള പദ്ധതി സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ പദ്ധതികളൊന്നായി വിലയിരുത്തപ്പെടുന്നു. 8.73 കിലോമീറ്റർ പാതയാണ് ആകെ ഉള്ളത്. അതിൽ 8.1 കിലോമീറ്റർ ടണലുകളായാണ്, അത് ഇരട്ട ടണലുകളായാണ് ഇത്രയധികം ദൂരത്തിൽ ഈ തുരങ്കം വരുന്നത്. ഇത് രണ്ടും സംസ്ഥാന പാതയുമായി വയനാട് ഭാഗത്തും കോഴിക്കോട് ഭാഗത്തും ബന്ധിപ്പിക്കുമ്പോൾ സുഗമമായ ഒരു സഞ്ചാരം ഈ പാതയിലൂടെ ഉറപ്പുവരുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. നേരത്തെ ഈ പരിസ്ഥിതി വകുപ്പിൻ്റെയും വനംവകുപ്പിൻ്റെയും ഒക്കെ അനുമതി ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 33 ഹെക്ടറോളം ഭൂമിയാണ് പദ്ധതിക്കായി വേണ്ടി വരുന്നത്. അതിൽ ഏറിയ പങ്കും വനഭൂമിയാണ്. അവയുടെ ഏറ്റെടുപ്പ് കഴിഞ്ഞു. 90% സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും ഏറ്റെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഒപ്പം അതുകൊണ്ട് തന്നെ വലിയ വികസന പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഇനിയൊരു കുരുക്ക് ഇതിന് മുന്നിൽ ഇനി ഇല്ല എന്നതാണ് സർക്കാർ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ഈ പദ്ധതി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതിപക്ഷമടക്കം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകും. ഒപ്പം ഏറെ വിശ്വാസയോഗ്യമായ കൊങ്കൺ റെയിൽവേ ആണ് ഇതിൻ്റെ ഈ ടണൽ നിർമ്മാണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. അനുബന്ധ റോഡ് നിർമ്മാണം അടക്കമുള്ള മിക്ക കാര്യങ്ങളും പുരോഗമിക്കുന്നു. 4 മണിക്ക് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുക. വയനാട് MP പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള മറ്റ് UDF MPമാർ അടക്കമുള്ളവരും ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കും. ആര്യ, തീർച്ചയായും സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം TG സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഇരട്ട തുരങ്ക പാതയായി ഇത് മാറും എന്നുള്ളതാണ്. അതിനപ്പുറം ഒരുപാട് സവിശേഷതകളുണ്ട്. വയനാട്ടിലേക്കുള്ള യാത്രയുടെ ദൂരം കുറയും, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടക്കുന്നതിനുള്ള യാത്രയുടെ ദൂരം കുറയും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ എണ്ണി പറയാനുള്ള ഒരു നിർമ്മാണമാണ്. ഇതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എങ്ങനെയാണ് സജിത്ത്? വയനാട് എന്ന ജില്ല കേരളത്തിൻ്റെ ഭാഗമാണെങ്കിൽ കൂടിയും ഭൂമിശാസ്ത്രപരമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരിടം എന്നതാണ് വയനാടിൻ്റെ പ്രത്യേകത. പലപ്പോഴും വയനാടിന് മികച്ച ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വെല്ലുവിളിയായി നിൽക്കുന്നത് അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. ഏറ്റവും സമീപ ദിവസങ്ങളിലായി നമ്മൾ കണ്ട താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിൽ വയനാട് എന്ന ജില്ലയെ തന്നെ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയി. ഇത്തരം ഘട്ടങ്ങളിൽ ഒരു വർഷത്തിൻ്റെ പല സമയങ്ങളിലായി ഉണ്ടാകുന്നുണ്ട്. ഇതിന് പുറമെ മികച്ച റോഡുണ്ടായാൽ പോലും താമരശ്ശേരി ചുരത്തിലുണ്ടാകുന്ന ഗതാഗത കുരുക്ക് അവിടേക്കുള്ള തടസ്സം പലതുണ്ടാക്കുന്നുണ്ട്. അത് സാധാരണ ജീവിതം മാത്രമല്ല, ചരക്ക് നീക്കം പോലെയുള്ള സുപ്രധാനമായ നീക്കങ്ങൾക്കും പ്രതിസന്ധിയാണ്. കർണാടക, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള പ്രധാനപ്പെട്ട യാത്രാ പാതകളിൽ ഒന്നുകൂടിയാണ് ഇതോടുകൂടി അടയപ്പെടുന്നത്. ഇതിന് എന്ത് പരിഹാരം എന്ന ചിന്ത വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചതാണ്. ഇവിടെയാണ് നേരത്തെ സർക്കാർ ഇത്തരമൊരു പ്രഖ്യാപനവും ആലോചനയിൽ നടത്തുന്നത്. ഇരട്ട തുരങ്ക പദ്ധതി. പലപ്പോഴും ഈ ചിന്ത ആദ്യം വന്നപ്പോൾ തന്നെ ഇതിൻ്റെ സാധ്യത എത്രമാത്രം എന്ന ആശങ്കകൾ പല രീതിയിൽ ഉണ്ടായതാണ്. കേരളത്തിൽ ഈ പദ്ധതി പ്രാവർത്തികമാകുമോ, അത് സാധ്യമാകുമോ, അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിരവധിയല്ലേ? പ്രത്യേകിച്ച് ഭൂമി കുലുക്കവും മറ്റും അടുത്തിടങ്ങളിൽ ഉണ്ടായ സാഹചര്യത്തിൽ കൂടി അത് വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ കക്ഷികളടക്കം സർക്കാരിൻ്റെ ഈ ആലോചനയ്ക്കെതിരെ ആദ്യഘട്ടത്തിൽ രംഗത്ത് വന്നു. പക്ഷേ ഈ ഉദ്ഘാടന സമയത്തേക്ക് വരുമ്പോൾ സാഹചര്യങ്ങൾ മാറുന്നു. രാഷ്ട്രീയ പിന്തുണ സർക്കാരിനൊപ്പമാണ്. പ്രതിപക്ഷ കക്ഷികളും അവിടുത്തെ ജനപ്രതിനിധികളും UDFൻ്റെ ജനപ്രതിനിധികളും അടക്കം ഇത് തങ്ങളുടെ പദ്ധതി എന്ന തരത്തിലേക്ക് പോലും ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ് സാഹചര്യം. ഏറെക്കുറെ വിവാദങ്ങൾ ഒഴിവാക്കി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയുന്നു എന്ന മറ്റൊരു വലിയ സാധ്യത കൂടിയുണ്ട്. പ്രത്യേകിച്ച് കൊങ്കൺ റെയിൽ കോർപ്പറേഷനെ ഈ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചതോടുകൂടി ഇതിൻ്റെ സാഹചര്യം മാറി. മറ്റൊന്ന്, 2114 കോടി എന്ന ഒരു വലിയ തുക മുടക്കിയുള്ള സംസ്ഥാനത്തെ ഒരു വമ്പൻ പദ്ധതിയായി ഇത് മാറുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇതോടുകൂടി ഇതിൻ്റെ സാഹചര്യങ്ങൾ മാറുന്നു എന്നതാണ് അവസ്ഥ. നമുക്ക് നോക്കുമ്പോൾ അറിയാം,
ആനക്കാംപൊയിൽ എന്ന പ്രധാനപ്പെട്ട കോഴിക്കോട് ജില്ലയിൽ നിന്നും മേപ്പാടി എന്ന വയനാട് ജില്ലയിലെ ഇടത്തേക്ക് ബന്ധിപ്പിക്കുന്ന രണ്ടിടത്തേക്കും ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഇരട്ട തുരങ്ക പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ പ്രത്യേകതയിൽ ഒന്ന്, ഇത് ഇരട്ട തുരങ്കമായതുകൊണ്ട് തന്നെ ഭാവിയിലെ സാധ്യതകൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഈ പദ്ധതി മുന്നോട്ട് പോയി എന്നതാണ്. ഈ പദ്ധതിയുടെ രൂപരേഖയിലേക്ക് വരുമ്പോൾ കോഴിക്കോട് സ്വർഗംകുന്ന് മുതൽ വയനാട് കള്ളാടി, മേപ്പാടിയിലെ കള്ളാടി ഭാഗത്തേക്ക് വരെ നീളുന്ന ഒരു പദ്ധതി എന്ന പ്രത്യേകതയുണ്ട്. 8.11 കിലോമീറ്റർ ദൂരവും 2134 കോടി എന്ന ചെലവുമാണ് ഈ പദ്ധതിയെ പ്രത്യേകത. കിഫ്ബി വഴി പൂർണ്ണമായും ഈ പദ്ധതിയുടെ ഫണ്ട് കേരള സർക്കാർ കണ്ടെത്തുമെന്ന പ്രഖ്യാപനമാണ് ഉണ്ടാവുന്നത്. 60 മാസം കൊണ്ടാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുമെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അത് ആ രീതിയിൽ വേഗത്തിൽ നിർമ്മാണ ചെലവുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമെന്നതാണ് സർക്കാരിൻ്റെ അവകാശവാദം. ഒപ്പം ഓരോ 3 കിലോമീറ്ററിലും, കാരണം ഇരട്ട തുരങ്കം എന്ന് പറയുന്നത് നിരവധി സുരക്ഷാ ഭീഷണികൾ നിലനിൽക്കും, 8 കിലോമീറ്ററിലധികം ദൈർഘ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ 300 മീറ്ററിലും ക്രോസ് പാസേജുകൾ നിർമ്മിച്ചിട്ടുണ്ട്. കാരണം ഈ ക്രോസ് പാസേജുകൾ വഴി ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്കോ രക്ഷാദൗത്യങ്ങളോ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇരട്ട തുരങ്കങ്ങൾ വഴിയുള്ള ക്രോസ് പാസേജുകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ 24 മണിക്കൂറിലും ഇവിടെ CCTV നിരീക്ഷണം ഉണ്ടാവും. ഒപ്പം തന്നെ ഫയർ എക്സിറ്റുകളും അഗ്നിശമന സുരക്ഷാ സംവിധാനങ്ങളുമൊക്കെ അവിടെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ പാത കടന്നു പോകുന്നത്. ഒപ്പം ഇതിൻ്റെ നേട്ടം പ്രധാനമായും ഉണ്ടാവുക എന്ന് പറയുന്നത് വയനാട്ടിലെ ഗതാഗത പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാര സാധ്യതയാണ് തുറക്കുന്നത്. ഒപ്പം ഇരട്ട തുരങ്കം, ദീർഘദൂരത്തിലുള്ള ഇരട്ട തുരങ്കം എന്നത് ടൂറിസം രംഗത്തും വമ്പൻ കുതിച്ചുചാട്ടത്തിനുള്ള അവസരമാണ് കേരളത്തിൽ ഉണ്ടാക്കുക എന്ന മറ്റൊരു പ്രത്യേകതയുമുണ്ട്. താമരശ്ശേരി ചുരത്തെ പൂർണ്ണമായി ഒഴിവാക്കി വയനാട്ടിലേക്ക് യാത്ര ചെയ്യാമെന്ന പ്രത്യേകതയുണ്ട്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാനപ്പെട്ട പാത ഇപ്പോഴും കോഴിക്കോട് താമരശ്ശേരി ചുരം തന്നെയാണ്. പലപ്പോഴും ഹെയർ പിൻ വളവുകളും അതിൻ്റെ സങ്കീർണതകളും മണ്ണിടിച്ചിലും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവിടെ നിലവിൽ തന്നെയുണ്ട്. അത് പൂർണ്ണമായി ഒഴിവാക്കി യാത്ര ചെയ്യാൻ ഇത് അവസരം ഉണ്ടാക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. സമയലാഭം ഉണ്ടാകുന്നു. അതായത് 1.5 മണിക്കൂറോളം കോഴിക്കോട് ഒപ്പം വയനാട് യാത്രയിൽ സമയലാഭം ഉണ്ടാകുന്നു എന്ന പ്രത്യേകത കൂടി ഇതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടമാണ്. ടൂറിസം മേഖലയിൽ വമ്പൻ ഉണർവ് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കുമുള്ള ചരക്ക് നീക്കം, നമുക്കറിയാം ഈ കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തന്ത്രപ്രധാന ഇടങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള ചരക്ക് നീക്കം ഇപ്പോഴും വയനാട് വഴിയാണ്. ആ വയനാട് വഴിയുള്ള ചരക്ക് നീക്കത്തിൽ ഈ ഹെയർപിൻ വളവുകളും താമരശ്ശേരി ചുരമൊക്കെ ഒഴിവാക്കി ഇരട്ട തുരങ്കം വഴി എത്തിക്കാൻ കഴിയുമെന്ന വലിയ സാധ്യത കൂടിയാണ് നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത്. അതുകൊണ്ട് കേരളത്തിൻ്റെ വികസന രംഗത്ത് വമ്പൻ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ വലിയ സാധ്യതയുള്ള ഒരു പദ്ധതി കൂടിയാണ് വയനാട് കോഴിക്കോട് ഇരട്ട തുരങ്ക പദ്ധതി. തീർച്ചയായും TG സജിത്താണ് വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേർന്നത്. തുരങ്കപാത മലയോര മേഖലയുടെ സമഗ്ര വികസനത്തിന് വഴിവെക്കുമെന്ന് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്. വയനാടിന്റെ യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും ലിൻഡോ ജോസഫ് പറഞ്ഞു. വയനാട് ചുരത്തിലുണ്ടാകുന്ന ബ്ലോക്ക് പലപ്പോഴും നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകാറുണ്ട്. ആ പ്രതിസന്ധിയെ ഒരു പരിധിവരെ മറികടക്കാൻ ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത കൊണ്ട് കഴിയും. അപ്പോൾ പുതിയ രീതികൾ, നിർമ്മാണ രീതികൾ, ആഘാതങ്ങൾ കുറഞ്ഞുള്ള നിർമ്മാണ രീതികളെ സമീപിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ വയനാടിനൊരു രക്ഷ എന്ന നിലയിൽ, ചരക്ക് നീക്കം സുഗമമാക്കുന്ന നിലയിൽ, നമ്മുടെ ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴി ഏറ്റവും മികച്ചതാക്കുന്ന നിലയിലുള്ള ഒരു പദ്ധതി എന്ന നിലയിൽ ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ശ്രദ്ധ നേടുകയാണ്. പൂർണ്ണമായിട്ടും പരിസ്ഥിതി സൗഹാർദ്ദമായി ഏറ്റവും അനുയോജ്യമായ പദ്ധതി എന്ന നിലയിലാണ് ഈ തുരങ്കപാത നിർമ്മിക്കുന്നത്. ആശങ്കകൾ പരിഹരിക്കാം, പക്ഷെ ബോധപൂർവം ഉണ്ടാക്കുന്ന ആശങ്കകൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. അത് നിക്ഷിപ്ത താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ്. അതേസമയം വയനാട് തുരങ്ക